ആര് പറഞ്ഞു മത്സരചിത്രം മാറിയെന്ന്? എന്ത് വർത്തമാനമായി പറയുന്നത്? ആളുകളോട് ചോദിക്കും, നിങ്ങൾ സ്ഥാനാർത്ഥി ആരാണെന്ന് ജനം നോക്കുന്നില്ലല്ലോ. വിവാദ പ്രസ്താവനകൾ ഉണ്ടാകുന്ന നാവിന് നിയന്ത്രണമില്ലാത്ത ആളുകൾ പലതും പറയും. ഇപ്പോൾ ഇവിടെ തന്നെ കണ്ടില്ലേ, താനൂരിലെ പണം കൊടുത്ത് നേടിയ 2 വിജയത്തെ പാകിസ്ഥാനുമായി ഉപമിച്ച സംഭവം ഉണ്ടായി. നമ്മളുള്ളത് തിരൂർ നിയമസഭാ മണ്ഡലത്തിലാണ്. UDF സ്ഥാനാർത്ഥി കുർക്കോളി മൊയ്തീൻ ഇതാ വീടുകൾ കയറി വോട്ടുറപ്പിക്കുന്ന തിരക്കിലാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ ആളുകളുമായി അദ്ദേഹം സംസാരിക്കുന്നുണ്ട്. അവസാന ലാപ്പിലും വോട്ടുറപ്പിക്കുക എന്നുള്ളത് തന്നെയാണ് ലക്ഷ്യം. കുർക്കോളിക്ക, അങ്ങനെ സജീവമാണ് മണ്ഡലത്തിൽ, അവസാന ലാപ്പിലേക്ക് കടക്കുകയാണ്. എന്തൊക്കെയാണ് പ്രതീക്ഷകൾ? ഇത് അവസാന നിമിഷത്തിലൂടെയല്ലേ കടന്നു പോകുന്നത്. നിർണായകമായ സമയങ്ങളാണ് ഈ മണിക്കൂറുകൾ. വളരെ സജീവമായിട്ട് എല്ലാ പ്രവർത്തനവും മുഖത്ത് നോക്കൂ. ഞങ്ങൾ കുട്ടികളെ, ഞങ്ങൾ എൻ്റെ സഹപ്രവർത്തകന്മാരുടെ മുഖം നോക്കൂ. വളരെ പ്രസന്നമാണ്. വളരെ രസകരമായിട്ടൊരു തെരഞ്ഞെടുപ്പിനെയാണ് നേരിടുന്നത്. ഒരു ഉജ്ജ്വലമായ വിജയം കേരളത്തിൽ UDFനും തിരൂർ മണ്ഡലത്തിൽ ഈ സ്ഥാനാർത്ഥിക്കും ഉണ്ടാവും. തിരൂർ മണ്ഡലത്തിലേക്ക് ഈ താനൂരിൽ നിന്ന് V. അബ്ദുറഹ്മാൻ വന്നതോടെ മത്സരചിത്രം മാറുന്നൊരു സാഹചര്യം ഉണ്ടായി. എന്തായിരിക്കും ഫലം? ആര് പറഞ്ഞു മത്സരചിത്രം മാറിയെന്ന്? എന്ത് വർത്തമാനമായി പറയുന്നത്? ആളുകളോട് ചോദിക്കും, നിങ്ങൾ സ്ഥാനാർത്ഥി ആരാണെന്ന് ജനം നോക്കുന്നില്ലല്ലോ. ഇവിടെ UDFനോടെതിരായി മത്സരിക്കാൻ വരുന്നത് 10 കൊല്ലത്തെ ദുർഭരണം കേരളത്തിൽ അടിച്ചേൽപ്പിച്ച ഭരണകൂടത്തിൻ്റെ ഒരു പ്രതിനിധി എന്ന നിലക്കാണ് ആളുകൾ കാണുന്നത്. പിന്നെ അദ്ദേഹം തന്നെ ഇവിടെ തന്ന സംഗതികൾ പോലും പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിൽ പ്രവർത്തനങ്ങളിൽ അബ്ദുറഹ്മാൻ രണ്ടത്താണി നടത്തിയത് നോക്കുകുത്തിയായി നിൽക്കുകയാണ്. അപ്പോൾ അവിടെ രക്ഷയില്ലാത്തതുകൊണ്ട് ഇങ്ങോട്ട് വന്നതായിരിക്കില്ലേ? അദ്ദേഹത്തെ നിങ്ങൾ പറഞ്ഞ് കളിയാക്കരുത്. എന്തൊക്കെയാണ് ഇനി ജനങ്ങൾക്ക് അവസാന ലാപ്പിൽ കൊടുക്കാനുള്ള വാഗ്ദാനങ്ങൾ? എനിക്ക് ഈ ജനങ്ങളാണ് എന്നെ വളർത്തിയത്. ഞാൻ അവരുടെ കൂടെ ഉണ്ടാവും. ഇവിടുത്തെ വികസന പ്രവർത്തനങ്ങളും ഇവിടെ നടത്തേണ്ട കാര്യങ്ങളൊക്കെ ഞങ്ങൾ കൂടി ആലോചിച്ച് നടത്തും. കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെ നടത്തിയത്. CPMൻ്റെയും BJPയുടെയും പ്രതിനിധികളടക്കം തുഞ്ചൻ പറമ്പിൽ വിളിച്ചു ചേർത്തു. ഇവിടുത്തെ ഉദ്യോഗസ്ഥ പ്രമുഖന്മാർ, സാംസ്കാരിക നായകന്മാർ, പാർട്ടി നേതാക്കന്മാർ, ജനപ്രതിനിധികൾ ഇവരെ വിളിച്ചു ചേർത്ത് വിശദമായി ചർച്ച ചെയ്തിട്ടാണ് എന്തൊക്കെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകണമെന്ന് തീരുമാനിച്ചത്. അത് ഇനിയും അങ്ങനെ നടത്തും. ഞങ്ങൾ ഒന്നിച്ച കാര്യങ്ങൾ നടത്തുക. ഇവിടുത്തെ ജനങ്ങൾ പല കോണുകളിൽ നിന്ന് പലതരത്തിലുള്ള വിവാദ പ്രസ്താവനകളൊക്കെ ഉണ്ടാകുന്നുണ്ട്. അതിനൊക്കെ എങ്ങനെ നോക്കിക്കാണുന്നു? വിവാദ പ്രസ്താവനകൾ ഉണ്ടാകുന്ന നാവിന് നിയന്ത്രണമില്ലാത്ത ആളുകൾ പലതും പറയും. ഇപ്പോൾ ഇവിടെ തന്നെ കണ്ടില്ലേ, താനൂരിലെ പണം കൊടുത്ത് നേടിയ 2 വിജയത്തെ പാകിസ്ഥാനുമായി ഉപമിച്ച സംഭവം ഉണ്ടായി. അമിത്ഷാ രാഹുൽ ഗാന്ധി വന്നപ്പോൾ, വയനാട്ടിൽ വന്ന് മത്സരിക്കാൻ വന്നപ്പോൾ പാകിസ്ഥാൻ പതാക പാറുന്നത് കണ്ടു എന്ന് പറഞ്ഞതിന് സമാനമായൊരു പ്രസ്താവന. 2 കൂട്ടരും ഒരുപോലെ തന്നെയാണ്. വർഗീയതയാണ് 2 കൂടെയും കളിക്കൊപ്പ്. CPMൻ്റെ കളിക്കൊപ്പ് അത് തന്നെയാണ്, BJPയുടെ ഇതുമാണ്. BJP ഒറ്റ വർഗീയതയാണ് കളിക്കുന്നത് എങ്കിൽ CPM ബഹുമുഖ വർഗീയതയാണ് കളിക്കുന്നത് എന്നാണ് പ്രധാനം. എത്രയായിരിക്കും ഭൂരിപക്ഷം തിരൂര്? ഭൂരിപക്ഷം ഞാൻ സ്ഥാനാർത്ഥി എന്ന നിലയ്ക്ക് അങ്ങനെ പറയും. ഇവർ ഈ ആളുകളെ കണ്ണും മുറൊക്കെ കാണുമ്പോൾ, ഇവർ ഈ സന്തോഷം കാണുമ്പോൾ എനിക്ക് തന്നെ എന്തെന്നില്ലാത്ത ആവേശം വരുന്നുണ്ട്. ഇങ്ങനെയായിരുന്നു കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ ഭൂരിപക്ഷം ഉണ്ടാവും. തവണ ഉഷാറാക്കും. എല്ലാ കാലവും ഇവിടെ ഉഷാറാണ്. ഈ തവണത്തെ അല്ല, ഘട്ടം ഘട്ടമായി വീരം. കോണിയാണ് ഞങ്ങൾ ചിഹ്നം. കൈ പിടിച്ച കയറിന് ഒരു കൈയുണ്ട്, കൂടെ കോണിയുണ്ട്. ഞങ്ങൾ പടവുകൾ കയറി തന്നെ പോകും. ബലമായൊരു കൈയുണ്ട്, ഉയരമുള്ളൊരു കോണിയുണ്ട്. അത് തന്നെയാണ് ബലമായ കൈയും ഉയരമുള്ള കോണിയും. അത് തന്നെയാണ് ഇക്ക പറയുന്ന പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും തിരൂരിനെ സംബന്ധിച്ച് നമുക്കറിയാം, കൊട്ടിക്കലാശങ്ങളൊന്നും തന്നെ ഇല്ല. സംയുക്തമായി എല്ലാ രാഷ്ട്രീയ പാർട്ടികളും സംയുക്തമായി എടുത്ത തീരുമാനത്തിൻ്റെ ഭാഗമായാണ് കൊട്ടിക്കലാശം ഒഴിവാക്കി. എന്തായാലും അവസാന ലാപ്പിലും വീടുകൾ കയറി വോട്ടുറപ്പിക്കുക എന്നുള്ളത് തന്നെയാണ് സ്ഥാനാർത്ഥികളുടെ മുന്നിലുള്ള പ്രധാനപ്പെട്ട കാര്യം. വീഡിയോ ജേർണലിസ്റ്റ് ഷഫീഖ് ഉർലായിക്കൊപ്പം V. സോണകൃഷ്ണ, റിപ്പോർട്ടർ, തിരൂർ.